ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മനസ്സം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. ചേറ്റിൽ കിടന്നോനാമെന്നെ നീ വീണ്ട് പറയാം നിന്മേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി നിൻ സ്തുതി തന്നതിനാൽ നിൻ സ്തുതി തന്നതിനാൽ ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപ ഓർത്തിടുമ്പോൾ എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയണങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പകല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച സകല പ്രിയപ്പെട്ടവരെയും, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പച്ചൻ്റെ പാദപിടിച്ചിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടം അറിയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം. എൻ്റെ അപ്പ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരണമേ. എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും മഹത്വമേറിയ സാക്ഷ്യത്തിനായിട്ടൊക്കെ ഞങ്ങളെ സഹായിച്ചാട്ട് ദൈവമേ. ഞങ്ങളുടെ കുടുംബത്തെയും തിരുസന്നിധിയിലൊന്ന് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ പാദപിടിച്ചിൽ ഏൽപ്പിച്ചു തരികയാണ്. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയ ദൈവം അവിടുന്ന് വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരത്തിലോട്ട് ഏൽപ്പിച്ചു തരിക പിതാവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. BSc നഴ്സിങ്ങിനും മെഡിസിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും ഹാളിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളെ എല്ലാവരെയും തിരുമുൻപാകെ ഒന്ന് കൊണ്ടുതരികയപ്പാ. ഉള്ളതുപോലെ തന്നെ മക്കളെ നീ അറിയുന്നല്ലോ. എൻ്റെ സ്വർഗ്ഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കുമാറാകണം. അവർ അനുഗ്രഹപ്രദമായ ജീവിതം നയിപ്പാൻ, സന്തോഷത്തോടെ ജീവിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ എൻ്റെ അപ്പൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടപ്പാ. പഠിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗ്ഗം സഹായിക്കണം. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കൾക്ക് ബുദ്ധിജ്ഞാനവും ആലോചനയും കൊടുക്കണം. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ പൈതങ്ങളെയും സമർപ്പിക്കുക കർത്താവേ. നല്ല ജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം. വിദേശ രാജ്യത്ത് കടന്നു പോകുവാൻ വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവർ, കർത്താവ് മെഡിക്കലിനായി കാത്തിരിക്കുന്നവർ, അങ്ങനെ വിവിധ തരത്തിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിക്കുന്നതിന് നീ മാനിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വീണ്ടും OIT IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ വഴിവാതിലും അവരുടെ മുൻപിൽ തുറന്നു കൊടുത്താട്ടെ. ദൈവമായ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥന ചോദിച്ച് പ്രിയ മക്കളെ പേരുപേരായി നീ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ വഴി തുറക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലൊന്നും അല്ലപ്പാ ഞങ്ങൾ ചോദിക്കുന്നു, ഉപജീവനമാർഗമാ. ആവശ്യമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ. തമ്പുരാനെ തക്ക തുണ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ, നീ അവരെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം എവിടെയായിരുന്നാലും തൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ കർത്താവെ ഒരു തീരുമാനത്തിലെത്തുവാൻ തക്കണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടന്നു കാണുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചോണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അത്ഭുതവാനാ കർത്താവേ. അവരോട് മനസ്സിലായി അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ കർത്താവേ. ഭവനം പണിയുന്നവരുടെ അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. സ്തോത്രം ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ യാത്ര പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കണം. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ച് യാത്ര ചെയ്യുവാൻ, സുഖകരമായി എത്തിച്ചേരുവാൻ കൃപ നൽകുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് പുതുവർഷകാലം അവരെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവേ സ്തോത്രം. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ. എൻ്റെ അപ്പ മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും സമാധാനവും തൻ്റെ മക്കൾക്ക് കൊടുത്ത് ഹല്ലേലൂയ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുക. ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ അയ്യം വിളിക്കുന്നവരുണ്ട്, ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ തിയേറ്ററിലും കിടക്കുന്നവരുണ്ട്, ഡെലിവറി റൂമിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം പാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ തലമുടി മുഴുവൻ കൊഴിയുന്നവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, കർത്താവേ തിരുമുൻപാകെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യന അവിടുന്ന്. രോഗം നീക്കുന്ന മരുന്ന് എൻ്റെ അപ്പൻ്റെ പാതപിടം ചാർന്ന് കടന്നു വരുന്ന ഒരു മക്കളെ ലജ്ജിച്ചു പറഞ്ഞ് നീ സമ്മതിക്കുന്ന ദൈവമല്ല. അനർത്ഥം വ്യസനകരമായി തീരാതോണം പൊന്നുകരം ചാർത്ത് പിടിച്ച് ഓരോ മക്കളെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ഹല്ലേലൂയ കർത്താവേ. കൈയുടെ വേദനയാൽ, പുറത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, അലർജിയുടെ രോഗമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല വേദനകളുള്ളവർ, ഹല്ലേലൂയ ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാവരെയും അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിച്ചത് പനിയാൽ ചുമയാൽ വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവരെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ആമേൻ ഹല്ലേലൂയ. അതിലെ സുഗന്ധക്കുഴുമമായി കടന്നു 100 മുതൽ പാദം വരെ തൊട്ട് എല്ലാ വിടുതലും സൗഖ്യവും ഓരോ മക്കൾക്കും കൊടുത്ത് എൻ്റെ തമ്പുരാനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവേ, ഒരു കഷ്ടനഷ്ടവും കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്ന ദിനംതോറും കൊടുത്ത് എല്ലാവരെയും പോറ്റി പുലർത്തണമേ. ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ ആരെയും സമ്മതിക്കല്ലെന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും പോക്കല്ല, വരവിൽ, വാഹനയാത്ര, വഴിയാത്രയിലെല്ലാം കർത്താപ്പത്തിൻ്റെ സാന്നിധ്യം വേണം. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം സമാധാനത്തോടെ കാത്തുകൊള്ളുമാറാകണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളുമാറാകണം എൻ്റെ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സമർപ്പിക്കും. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നേതാക്കന്മാരെയും സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ എൻ്റെ ദൈവമായ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിഷം കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, തൻ്റെ ജനത്തെ വിടുവിക്കണമേ. തൻ്റെ മക്കളോട് മനസ്സരിവും കരുണയും കാണിക്കണമേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ. ഒരു ദുഷ്ടപിശാചും ഞങ്ങളുടെ ജീവിതങ്ങളെ തൊടുവാൻ സമ്മതിക്കാതെ വണ്ണം എല്ലാ മക്കളെയും കാൽവരി ക്രൂശിലെ രക്തത്താൽ പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യങ്ങളുടെ മേൽ ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ. ആമേൻ കർത്താവെ. ആരും നശിച്ചു പോകാൻ സമ്മതിക്കരുതേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിച്ചാട്ട് കർത്താവെ. തമ്പുരാൻ്റെ സ്നേഹവും സാന്നിധ്യം എല്ലാവരും അറിയട്ട് കർത്താവെ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം എന്നറിയപ്പെടട്ടെ. എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങട്ട് കർത്താവെ. എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയട്ടെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾക്കൊന്നും പുകഴുവാനും പ്രശംസിപ്പാനും ഇല്ലപ്പാ. ആ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞുകൊണ്ട് വിശുദ്ധരായി ജീവിപ്പാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് നടപ്പാൻ
ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിച്ചു തരിക. എല്ലാവരോടും മനസ്സലിയണം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ സൂക്ഷിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.